നമ്മുടെ പ്രഗ്നൻസി ജേർണിയുടെ 35ാമത്തെ ആഴ്ചയാണ് കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും നമ്മുടെ ആദ്യത്തെ 3 വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാ ദിവസവും തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ കുശലാന്വേഷണം അതല്ലെങ്കിൽ ഗോൾഡ് എങ്ങനെ ഇരിക്കണോ, സുഖമാണോ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാൻ റെഡി. വീഡിയോയ്ക്ക് പോണേക്കുള്ള മുന്നേ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് തുടങ്ങാം. ഈ പ്രിങ്ങുവിനെ ഗോൾഡ് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും ആദ്യത്തെ കുഞ്ഞായ പ്രിങ്ങു ഉണ്ടാവുന്ന സമയത്തും ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് ആ സമയത്ത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ പുതുതായിട്ട് പാരൻ്റ് ആയിട്ടുള്ള ആളുകളും ആവാനിരിക്കുന്ന ആൾക്കൊക്കെ ഇത് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവും. ആ സമയത്ത് ഒരു ഐഡിയ ഇല്ല. അതിന് ശേഷമാണ് നമ്മൾ അച്ഛനാകുന്നത്, അല്ലെങ്കിൽ അമ്മയാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുണ്ടാകുന്നത്. അത് വേറെ ഒരു ഫീലാണ്. അപ്പോൾ ആ ഫീല് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെഷൻ 2ലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് യു നോ വാട്ട് ഇറ്റ് ഈസ്. അതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ ധമാക്ക എന്ന് പറഞ്ഞ പോലെ ട്വിൻ പ്രഗ്നൻസി, ഐ ആം ഓവർ ദ മൂൺ എന്ന് പറയില്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാ ദിവസവും വയറിൻ്റെ മുകളിൽ തൊട്ടും ഞെക്കും, ഇങ്ങനെയൊക്കെ ഒന്ന് അമർത്തി നോക്കി പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയുടെ പോലെയാണ് ബിഹേവ് ചെയ്യണത്. ഗോൾഡൻ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല പ്രാന്തായോ മനുഷ്യന്ന്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ എക്സൈറ്റഡ്. ആൻഡ് ഇപ്പോൾ 35ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വളരെ സേഫായിട്ട് എൻട്രി ആയിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് വീക്ക്, അതായത് 36th വീക്കിൽ ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ സിസേറിയൻ സെഷനാണ്. ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. മേ ബി 25, 26, 27, 28 ജൂൺ, അതിലേതെങ്കിലും ഒരു ദിവസം ഹോസ്പിറ്റലിൻ്റെ സൗകര്യം പോലെ അവർ കുഞ്ഞുങ്ങൾ തന്നെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ സോ ഫാർ ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ നമ്മുടെ പ്രഗ്നൻസി വീഡിയോ കാണാത്ത ആരെങ്കിലും പുതുതായിട്ട് ഇത് വന്നിട്ട് കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിന് മുന്നേ ഞങ്ങൾ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൽ കൃത്യമായിട്ട് നമുക്ക് ട്വിൻ പ്രഗ്നൻസിയാണ്, 2 ഗേൾസാണ് ഉണ്ടാവാൻ പോകുന്നത്. ആദ്യം നമ്മൾ IVF ചെയ്യുന്നു, ഫെയിലിയർ ആകുന്നു. ഞങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് 9 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവണം. ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറ്റ്, എക്സസൈസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ പ്ലീസ് അതൊന്ന് പോയി നോക്കുക. ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയണത് എന്നുള്ളത് മനസ്സിലാകില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ 3 വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഞാൻ എന്താ പറയുക, കൃത്യമായിട്ട് ഒരു വിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെങ്ങനെയാണ് പ്രഗ്നൻസിന്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല പ്രഗ്നൻസി വീഡിയോസും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യണത്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം എന്നുള്ള ധാരണയിലാണ് ഈ വീഡിയോ ഇട്ടത്. അതിൽ ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അതിൽ കുറേ പേര് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞപ്പോൾ ഗോഡ് ബ്ലസ് യു എന്ന് നിങ്ങൾ നമ്മളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യും. അത്തരത്തിലുള്ള വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്താണ് എന്താ പറയുക, ഗോഡിനെ ബിലീവ് ചെയ്യരുത്, അല്ലെങ്കിൽ എന്നോടത് ഗോഡ് ബ്ലസ് യു എന്ന് പോലും പറയുന്ന കാര്യത്തിന് വളരെയധികം എതിർത്ത് ഒരു അഭിപ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും എനിക്കെതിരെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ കണ്ണടിച്ചു പോകുക എന്ന് പറയില്ലേ, അതേപോലെ തോന്നിയ നിമിഷമായിരുന്നു. കാരണം ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM, അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജസ്, യൂട്യൂബിൽ ഒരുപാട് മെസ്സേജസ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അയച്ചത്. എന്താ അവർ പറഞ്ഞതെന്നറിയാമോ? ഇത്തരത്തിൽ ഞങ്ങളും ഞങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു പ്രഗ്നൻസി ജേർണി ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒത്തിരി കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഏരിയയാണ്. ഈവൻ തോ നമുക്ക് ഫുൾ മോഡേൺ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ അത് പല ആളുകൾക്കും സമൂഹത്തിലോ വീട്ടിലോ ഈവൻ സ്വന്തം ഭർത്താക്കന്മാരുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ പറ്റാറില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റി. ഫീലിംഗ് ഞങ്ങളും ഇതിലൂടെയാണ് കടന്നുപോയത്. അതിൽ ഏറ്റവും അതിശയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ IVF ചെയ്യാൻ എൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇവിടെ ന്യൂസ്, നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ വരെയുണ്ട്. ഞങ്ങളുടെ ഭർത്താവ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. 1-2 ആളല്ല, അതിലും കൂടുതൽ. ഇവിടെ ഞാനൊരു മറ്റേ ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള പരിപാടി ഒന്നല്ല കേട്ടോ. അവർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഷെയറിങ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വീട്ടിൽ IVF ചെയ്തു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്, അല്ലെങ്കിൽ പേടിയാണ് എന്ന്.
ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഇത് ഞാൻ കേട്ടപ്പോൾ അതിശയിച്ചു പോയി. IVF ചെയ്തു എന്ന് പറയുന്നതിൽ എന്തിനാണ് നാണിക്കേണ്ട കാര്യം ഇരിക്കണേന്നാണ് ഞാൻ ആലോചിച്ചത്. അവർക്കത് പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ ട്വിൻ പ്രഗ്നൻസി ഉണ്ടായി, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി, അത് ഒരാളോട് പറയാൻ പറ്റുന്നില്ല. അതിന് IVF ചെയ്ത് കുഞ്ഞുണ്ടായെന്ന് പറയാൻ പറ്റില്ല, IUF ചെയ്തിട്ട് കുഞ്ഞുണ്ടായെന്ന് പറയുന്നതിൽ എന്തോ പോരായിക. ആ പോരായികയെ മറികടക്കാനായിട്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. ദേ കെയിം ഹിയർ ടു വിസിറ്റ് മീ, അല്ലെങ്കിൽ ഗോൾഡനെ. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് വരെ ഇവിടെ നിന്ന് പോയി, ഇനിയും ഞങ്ങൾ IVF ചെയ്യുന്നുണ്ട്. നോക്കുക, നമ്മൾ വാക്സിൻ എടുക്കുന്ന ആളുകളാണ്, നമ്മൾ കാർ ഓടിക്കുന്ന ആളുകളാണ്, വിമാനത്തിൽ യാത്ര ചെയ്ത് പല രാജ്യങ്ങളിലേക്കും, അതായത് മോഡേൺ സയൻസിൻ്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം ഇന്നും പ്രഗ്നൻസി പോലെയുള്ള വിഷയത്തിൽ നമ്മൾ IVF കാര്യങ്ങളോ ചെയ്യാൻ, അല്ലെങ്കിൽ അതെന്തോ കുറച്ചിലാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആയിരക്കണക്കിന് സ്ഥലത്തിന് ധ്യാനത്തിലും കവടി കമത്താനും ഉരുളി കമത്താനും പോയെങ്കിലും ഈ ഒരു സംഭവം ചെയ്യാത്ത ഒരു കുറവ് സമൂഹം ഇന്നും ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ എനിക്ക് അതിശയമാണ് തോന്നിയത്. അതിന് ഭയക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത്? ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ പ്രസവം ആവാൻ പോവുകയാണ്, നിങ്ങൾക്ക് പാൽപ്പൊടി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ പമ്പ് വെച്ചിട്ട് പാലെടുത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും? കാരണം ചില ഫാമിലീസ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രം കൊടുത്താലേ ശരിയാവുള്ളൂ. ഇങ്ങനെയുള്ള വാശി പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് ഈ പാല് കിട്ടാത്ത സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഈ സാധനമൊക്കെ വേ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് എത്രയും പെട്ടെന്ന് അവർക്ക് കറക്റ്റായിട്ടൊരു സംഭവം പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവത്തിനെ അല്ലെങ്കിൽ ആ കോംപ്ലിക്കേഷനെ മിനിമൈസ് ചെയ്യാൻ ഇന്ന് ഇഷ്ടം പോലെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. യൂസ് ദാറ്റ്. ചില ആളുകൾ പമ്പ് ചെയ്യുക, അതായത് ബ്രസ്റ്റിൽ നിന്ന് പാല് പമ്പ് ചെയ്തെടുക്കുന്നതിന് ചെയ്യരുത് എന്ന് പറയുന്നൊരു സമൂഹം. അതിന് അമ്മ എതിർക്കുന്നു, അച്ഛൻ എതിർക്കുന്നു, ഭർത്താവ് എതിർക്കുന്നു. എന്നാൽ ഈ ഭർത്താവും അച്ഛനും അമ്മയും യാത്ര ചെയ്യുന്നത് മോഡേൺ ഫെസിലിറ്റീസിലൂടെ മാത്രമാണ്. ഐഫോണും കൂടെ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും ഇത് പറയുന്നുണ്ടാവുക. ആ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ, അതായത് ഭാര്യ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് പാല് കൊടുത്താലേ കുഞ്ഞുണ്ടാവുള്ളൂ, കഷ്ടപ്പെട്ട് പ്രസവിക്കണം. യു യൂസ് ഓൾ ദ ഫെസിലിറ്റീസ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള സംഭവത്തിൽ നിന്നും നമ്മൾ സയൻസിൻ്റെ സഹായത്തിൽ മനസ്സിലാക്കിയതും ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ. അത് ഞാൻ എന്താ പറയുക, ഇതുപോലെ തന്നെ കാണിക്കാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇതെല്ലാം കഴിഞ്ഞ് സേഫ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇവൻ ഈ വക സംവിധാനമൊക്കെ ആയിട്ട് വരണേന്ന് പറഞ്ഞേക്കാൾ മുന്നേ ഓട്ട മത്സരത്തിൻ്റെ ഓട്ടവും ജയവും കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്തത്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തുകയും ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും വേണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. അത് സ്ഥാനത്ത് കൊണ്ടു, അതല്ലെങ്കിൽ അത്രയും ആളുകൾ അത് കണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. അതിനോടൊപ്പം തന്നെ അതിലും കുൽസിതം പറഞ്ഞവരും ഉണ്ട് എന്നുള്ളതാണ്. അതൊരു എപ്പോഴും ഉണ്ടാവുമല്ലോ, ഒരു ചെറിയ ഒരു മൈനോറിറ്റി ഒരു ഭാഗവും അതിലുണ്ട്. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡയുടെ വയറ് കാട്ടിയിട്ട് എന്തിനാണ് നീ വീഡിയോ കാണിച്ചത് എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വയറ് കാണിച്ച് ഷോ കാട്ടിയിട്ട് കാശുണ്ടാക്കുകയാണ് യൂട്യൂബിൽ നിന്നൊക്കെയുള്ള സാധനം. ഇപ്പോൾ നിങ്ങളെന്താ ഇത് ചേട്ടതൊന്നും മൈൻഡാക്കണ്ട, ഞാൻ മൈൻഡാക്കണില്ല ചേട്ടാ, ഞാൻ അതിനൊരു കണക്ക് പറയാം. എല്ലാത്തിനും ഒരു കണക്ക് പറയണത് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഗർഭിണിയുടെ വയറ് ഒരു വീഡിയോയിൽ കാട്ടിയിട്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ മലയാളി പുളകിതനായിട്ട് നമ്മൾ പച്ച മലയാളത്തിൽ കമ്പി ആവണം എന്ന് പറയണം. ഈ കമ്പി ആക്കിയിട്ട് അതിൽ നിന്നുള്ള വ്യൂ ഉണ്ടാക്കണ തരത്തിൽ അത്രയും ഗതികേട് ഇന്ന് മലയാളിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ സാധനം മാർക്കറ്റിൽ പോണോഗ്രാഫി ആയിട്ടും മറ്റേ ഗ്രാഫി ആയിട്ട് ഇഷ്ടം പടി ഉണ്ട്. എന്നാലും ഞരമ്പന്മാരെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണും. അതേപോലത്തെ ഞരമ്പനും ഞരമ്പികളാണ് ഇങ്ങനത്തെ കമൻറ്റുകൾ ഇട്ടിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. തംബ്നെയിലിൽ ഇപ്പോൾ നമുക്ക് ഒരു വയറിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഉടുപ്പും കവർ ചെയ്യാത്ത ഒരു ഉടുപ്പും ഇടാം. അതിൽ കവർ ചെയ്യാത്ത ഉടുപ്പ് ഇട്ടിട്ടുള്ളത് തന്നെ വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളുടെ ചിന്ത വളരെ കറക്റ്റാണ്. പക്ഷെ അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനല്ല, അത് ഞാൻ പറയാം. എങ്ങനെയാണ് നമുക്കൊരു തംബ്നെയിൽ ഒരു വ്യക്തി കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സംഭവം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു
ഒരു സെക്കൻഡിൻ്റെ തന്നെ 1/3 സമയത്തിൻ്റെ ഉള്ളിൽ കണ്ട് പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ 2 ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വയറ് കവർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വയറ് കാണുന്ന, അതായത് ഗോൾഡയുടെ വയറ് കാണുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറ്റൻഷൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഗർഭിണി എന്ന് പറയുമ്പോൾ ആ വയറ് കാണുന്ന ഒരു ഭാഗമായിരിക്കും. അപ്പോൾ ഈ വയറ് കാണുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം ഇത് കാണുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് ഒരു അറ്റൻഷൻ വരികയും അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആ വ്യക്തിക്ക് കൂടുകയും ചെയ്യും. അതല്ലാതെ മറ്റേ അർത്ഥമല്ല. ഇതെല്ലാത്തിലും ഈ മറ്റേ അർത്ഥം കൊണ്ടുവയ്ക്കുന്നത് ഞരമ്പാണ്. പ്ലീസ് മൂവ് ഓൺ ഫ്രം ഇറ്റ്. അപ്പോൾ അതെന്തിനാണ്? ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു തമ്പനെയിലിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കാശ് ഉണ്ടാക്കുന്ന വിഷയം ഇനിയും പറയണമല്ലോ. എനിക്ക് ഏറ്റവും എളുപ്പം കുക്കിംഗ് വീഡിയോ ചെയ്യണതാ. ഒരു ടെൻഷനും ഇല്ല. ഓടിച്ചില്ല, കടയിൽ ചെല്ലുക, ഒരു $80 $100 സാധനം മേടിച്ച് മുടക്കി കൊണ്ടുവരിക, ഈ സാധനം ഇവിടെ ചടയെന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യാൻ ഈ ഷൂട്ടിങ്ങിനും പരിപാടിക്കായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഡിപ്പെൻസ് ഓൺ നമ്മൾ എന്താണ് കുക്ക് ചെയ്യണേ. അത് നേരെ ഇവിടുന്ന് പൊതിഞ്ഞ് കെട്ടി മുകളിലേക്ക് കൊണ്ടുപോകണു, കമ്പ്യൂട്ടറിൽ വെക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഒരു 10-12 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു $200 കിട്ടും. ഡിപ്പെൻസ് ഓൺ ദ വീഡിയോ. ചില വീഡിയോയ്ക്ക് $300 കിട്ടും. എന്നാൽ ഞാൻ സമയം എടുത്ത് പോണ വീഡിയോയ്ക്ക് നിങ്ങളോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഹണ്ടിങ് ആണെങ്കിലും ഫിഷിംഗ് ആണെങ്കിലും ചിലവാക്കണത് 1000, 2000, 3000, 5000, 10,000 കണക്കിന് ഡോളറുകൾ ചിലവാക്കിയിട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൈസയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ഒരു തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യണമല്ല. ഈ യൂട്യൂബ് ഞാനൊരു ഫണ്ണാക്കി കൊണ്ടുനടക്കുന്ന സംഗതിയാണ്. എന്നാൽ ഒരു പ്രഗ്നൻസി പോലെയുള്ള ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആവുന്ന സമയം മുതൽ ഇതിൻ്റെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം. ഇതിൻ്റെ വീഡിയോഗ്രാഫി എന്തൊക്കെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കണം. സമൂഹത്തിൻ്റെ മുന്നിൽ പ്രഗ്നൻസി പോലെയുള്ള ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാരടക്കമുള്ള പല ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അവരൊക്കെ ഞാൻ എൻ്റെ വായെന്ന് പറഞ്ഞ അക്ഷരപിശാചിനെ കൃത്യമായിട്ട് ഗണ്ഡിക്കും. അപ്പോൾ സമൂഹത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഏതാണ്ട് 10, 20, 30, 60 മണിക്കൂർ നേരത്തെ വർക്കിന് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത്. സ്പെഷ്യലി സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരുപാട് റിസർച്ചും കാര്യങ്ങളും അതിൻ്റെ ഓരോ ടെർമിനോളജിയും. കാരണം ഞാനിത് പഠിച്ച ആളല്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യത്തിലൂടെയും കടന്നുപോയി ഒരു വീഡിയോ സബ്മിറ്റ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 60-80 മണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞല്ലേ 1ഉം 2ഉം വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് എനിക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ച്? $250 കിട്ടും, കൂടി വന്ന USD. ഇക്ക് എളുപ്പം 2 വീഡിയോ 3 വീഡിയോ ഇവിടെ ഈ കുക്ക് ചെയ്യണത് ഞാൻ ചാവണ വരെ എല്ലാ ആഴ്ചയും 1-2 വീഡിയോ വെച്ച് ചെയ്യാനുള്ള കണ്ടന്റ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കണ്ടന്റ് ദാരിദ്ര്യം ഇല്ല കാര്യത്തിൽ. നിങ്ങൾ വേണമെങ്കിൽ അഹങ്കാരിയാണെന്ന് വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും 3 നേരം കുക്ക് ചെയ്യണ മനുഷ്യനെ ഞാൻ കണ്ടന്റിനെ കുറിച്ച് ആലോചിക്കാറില്ല. സ്പെഷ്യലി കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇറ്റ് കംസ്. എൻ്റെ തല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈസി അതാണ്. കാശ് ഉണ്ടാക്കാനാണെങ്കിൽ ഈ പാടൊന്നും പെടേണ്ട കാര്യമില്ല, ഈസി. ഇതിന് കൃത്യമായിട്ട് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ കടന്നുപോയ സ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഇന്നും പല ആളുകൾ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഫുഡിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണില്ല. അപ്പോൾ ആ കാര്യത്തിൽ അവയർനെസ് ഉണ്ടാക്കി നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അൺലെസ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുകയാണ് പ്രഗ്നൻസി സ്റ്റേജിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഒരു കാര്യം റിസർച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വ്യക്തികളിൽ എത്തണം എന്നുള്ള. വ്യക്തികളിൽ എത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. കിട്ടിയോട്ടെ, അതിനിപ്പോൾ എന്നാ കുഴപ്പം? എന്താണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച പൈസ എനിക്ക് കിട്ടിയിട്ടില്ല, സമാധാനം ആയിക്കോളെ. എനിക്ക് $2 കൂടുതൽ കിട്ടിയില്ല വെച്ചിട്ട് ഉദാരമനസ്കരായ മലയാളി അല്ലേ, എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുന്ന മലയാളി, പാവപ്പെട്ടവരെ പൈസ വാരി കൊടുക്കുന്ന മലയാളി. ഒരുത്തൻ എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കിയിട്ട് $2 കിട്ടുമ്പോൾ കുരു പൊട്ടുന്ന ചില മലയാളികളുണ്ട്. സോ അപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണാനായിട്ട് തന്നെയാണ് ഞാൻ ആ വയറിൻ്റെ ഭാഗം വെച്ചത്. ഇപ്പോൾ എനിക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല, മറ്റേത് വെച്ചാൽ മതി. കൂടുതൽ ആളുകൾ അത് കാണണം എന്ന് കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ടാണ് അത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഐ നീഡ് ദാറ്റ് അറ്റൻഷൻ. പീപ്പിൾ അവിടെ നോക്കണം. അതിന് ഗർഭിണിയുടെ വയറ് അത്രയേ ഉള്ളൂ. അത് കാണുമ്പോൾ നിങ്ങൾ ഇത്രയൊന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സോ എൻജോയ്. ഇനി അപ്ഡേറ്റ്സ് 18/6/2025 നമ്മൾ എക്സാക്ട്ലി 35 ആഴ്ച കംപ്ലീറ്റ് ആവാൻ കേട്ടോ പ്രഗ്നൻസി. സോ ഫാർ സോ ഗുഡ്, ബ്യൂട്ടിഫുൾ. നമ്മൾ എങ്ങനെയാണോ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജ് അത് ഇതുവരെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു 32ാമത്തെ ആഴ്ച കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വളർച്ച കുറച്ചും കൂടിയും കൂടും.
ഇപ്പോൾ ആ ഒരു 32ാമത്തെ ആഴ്ച മുതൽ 35ാമത്തെ ആഴ്ച വരെയുള്ള സമയത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തലച്ചോറിലേക്കും അതുപോലെ തന്നെ അംബിലിക്കൽ കോഡിലേക്കൊക്കെയുള്ള ബ്ലഡിൻ്റെ ഫ്ലോ, സ്പെഷ്യലി MCDA അതല്ലെങ്കിൽ മോണോകോറിയോണിക് ഡൈ അമ്നിയോട്ടിക് ആയിട്ടുള്ള ട്വിൻ പ്രഗ്നൻസിയിൽ എപ്പോഴെങ്കിലും ഇവർക്ക് ഫുഡ് കുറയുകയോ ഓക്സിജൻ കുറയുകയോ അനീമിക് ആവുകയോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ഇത്. ഇപ്പോൾ ഈ 33ാമത്തെ ആഴ്ച മുതൽ എത്തിക്കഴിഞ്ഞപ്പോൾ എവറി സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഡേ സ്കാനിങ് ആണ്. എപ്പോഴും ഡോക്ടറിനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ അടുത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് പറയാണ് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യാൻ പറയുന്നത് ഡോക്ടർമാർ കാശ് പറ്റിക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളിതൊന്നും ഇല്ലാണ്ട് പോയപ്പോൾ കുട്ടി റെഡി ആയിട്ട് വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക അതിനേക്കാളും കൂടുതൽ അപ്പുറത്ത് റിസ്ക് ഉണ്ട്. അവർ പറഞ്ഞിട്ട് കൂട്ടാക്കാത്ത രീതിയിൽ പോയതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് സ്കാനിങ് ഓഫർ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് സ്കാനിങ്ങിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്, എസ്പെഷ്യലി ട്വിൻ പ്രഗ്നൻസിയിൽ. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ നമ്മുടെ ഇടത്തെ സൈഡിലുള്ള കുഞ്ഞിന് എപ്പോഴും ഒരു ചെറിയൊരു ബ്ലഡ് ഫ്ലോ കുറവ് കാണുന്നുണ്ടായിരുന്നു. അവരെപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റത്തെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അത് പിക്കപ്പ് ആവും. പിന്നെ നോക്കുമ്പോൾ ചെറിയൊരു 30 ഗ്രാമിൻ്റെ ഒക്കെ വെയിറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ ആദ്യം കാണുമായിരുന്നു, അത് വീണ്ടും പിക്കപ്പ് ആവുന്നു. ഇപ്പോൾ സോഫാർ നമ്മൾ 35ാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും പ്രെറ്റി മച്ച് ഈക്വൽ. ഒരാൾ 2249 ഗ്രാംസും ഒരാൾ 2259 ഗ്രാം, 2265 ഗ്രാം, 6 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ 2 കുഞ്ഞുങ്ങളും ഡൂയിങ് വെരി ഗുഡ്. അതാണ് അപ്ഡേറ്റ്. നമ്മൾ അന്ന് മുതൽ ചെയ്യുന്ന കറക്റ്റായിട്ട് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി 80 to 100 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സിൽ അയൺ ഇതാണ് പുള്ളിക്കാരി ഇടയിലൊരു തവണ എനിക്ക് 6ാം മാസത്തിലായിട്ട് നിൽക്കുമ്പോഴാണ് അയൺ കുറച്ച് കുറഞ്ഞു വന്നത്. നൗ ഷീ പിക്ഡ് ഇറ്റ് അപ്പ്. ഇപ്പോൾ ഈവൻ ട്വിൻ പ്രഗ്നൻസി ആയിട്ട് പോലും അയൺ ടാബ്ലറ്റ് എത്ര എടുക്കേണ്ട ഒരു ദിവസം, എത്ര മില്ലിഗ്രാമാ? 2 ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര? 62 42 60 ഫെറിറ്റിൻ 45 ആദ്യം ഉണ്ടായിരുന്നത്. 17 വരെ ഡ്രോപ്പ് ആയിരുന്നു. ഇതിപ്പോൾ കറക്റ്റായി. സോ ഫാർ സോ ഗുഡ്. അത് ബാക്കിയെല്ലാം തന്നെ നോർമലാണ്. എസ്പെഷ്യലി വൈറ്റമിൻ B12 നമ്മൾ ഇത്രയ്ക്കധികം മീറ്റ് കഴിക്കുന്നുണ്ട്. സോ കോൾഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ കഴിച്ചിട്ടുള്ളത് ലെസ് ദാൻ 100 ഗ്രാംസ് ആണ് കേട്ടോ എവറി ഡേ. കംപ്ലീറ്റ്ലി ഫീഡ് ഓൺ. അഗെയിൻ ഫോർ അസ് ഇറ്റ്സ് വർക്കിംഗ് വെരി ഗുഡ്. ഇനി കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണേണ്ടി വരും അവരുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു ദിവസം നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ഗ്രാംസ് ആണ്. പ്രിഡോമിനൻ്റ്ലി മീറ്റാണ് ത്രൂ ഔട്ട് ഈ പ്രഗ്നൻസിയിൽ നമ്മൾ കഴിച്ചത്. പിന്നെ റീസെൻ്റ്ലി നമ്മളിതിപ്പോൾ അടുത്ത ആഴ്ച ഡെലിവറി ആവണത് കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് പോയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മെറ്റർണിറ്റി ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പ്രിങ്ങുണ്ടായ സമയത്ത് ഇപ്പോൾ ട്വിൻസ് ആയ കാരണം നമുക്ക് ആ ഭാഗങ്ങളൊക്കെ എടുത്തു വയ്ക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ മെറ്റർണിറ്റിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എക്സസൈസ് ടിൽ ടുഡേ ഇന്ന് വരെ. ഇനി ഇപ്പോൾ കുറച്ച് പുള്ളിക്കാരിക്ക് മൂവ്മെൻറ്റ് പഴയതിനേക്കാളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇതൊന്നും പോരാതെ നമ്മൾ എല്ലാ ദിവസവും 3 നേരം ഇവിടെ ചെറിയ ഇത് ഉപയോഗിക്കരുതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് റേറ്റ് കിട്ടണ ഫീറ്റൽ ഡോപ്ലർ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മിഡ് വൈഫ്സോ ഇത് ഹൈലി നോട്ട് റെക്കമെൻഡ് നമ്മളോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വെച്ചിട്ട് നോക്കിയിട്ട് ടെൻഷനായിട്ട് ആൾക്കാർ ഓടിച്ചെല്ലും, എൻ്റെ കുട്ടിക്ക് മൂവ്മെൻറ്റ് ഇല്ല, ഹാർട്ട് റേറ്റ് കൂടിയെന്നൊക്കെ. പക്ഷെ നമ്മളത് നോക്കുന്നുണ്ട് 3 നേരം. ഞാൻ ഈ കാര്യങ്ങൾ ഞാനൊരു മിനി ഡോക്ടറായ കാരണേ അല്ലേ കൊണ്ടേ മിനി ഞാനപ്പോൾ എല്ലാ ദിവസവും 2 പിള്ളേരുടെ ഹാർട്ട് റേറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ പാനിക്കായിട്ട് എങ്ങോട്ടേക്ക് ഇതുവരെ ഓടിയിട്ടില്ല. ദ ഡൂയിങ് വെരി ഗുഡ്. സോ ഫാർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമാവധി റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ ഫോളോ ദ ഡോക്ടർ ആൻഡ് ഡു സം എക്സസൈസ്. ഓക്കെ. വാട്ട് ഇവിടുത്തെ സ്കാനിങ് അല്ല നോക്കിയാൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ സിസ്റ്റം, മെറ്റേണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ. ഓക്കെ. ഫ്രീ ആണ്. ഫ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. ഹൗ കം ഇറ്റ്സ് ഫ്രീ? ആദ്യമല്ല എന്നല്ല, ഇറ്റ്സ് നോട്ട് ഫ്രീ. യു ആർ പേയിങ് ബ്ലഡി ടാക്സ്. ഈ യൂട്യൂബിൽ നിന്ന് ആകെ കൂടി കിട്ടുന്നത് കുന്തിരിക്കുക. ഒരു ട്യൂണയുടെ വലുപ്പത്തിലാണ് ടാക്സ് അടയ്ക്കുന്നത്. 33% ടാക്സ് അടയ്ക്കുന്നത് ഈ സാധനത്തിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ തന്നെ.
₹1 ഒരു ലഡു കൂടെ മേടിച്ച് കഴിച്ചിട്ടില്ല യൂട്യൂബിൽ നിന്ന്. നീ എന്നിട്ട് പറയണേ അതിനായിട്ട് വേറെ പൈസ കൊടുക്കണ്ടേ? ഇത് മറ്റേ കള്ളിൻ്റെ ടാക്സ് പറയണ പോലെയാണ്. കള്ളിന് $23, ഒരു 700 ml കള്ള് കുടിക്കണമെങ്കിൽ ന്യൂസിലാൻഡിൽ $23 ടാക്സ് കൊടുത്തിട്ടാണ് കള്ള് കുടിക്കുന്നത്. അപ്പോൾ ഈ പൈസ പിടിക്കാൻ പോണേ ഹെൽത്തിലേക്കാണ് പോണേ. നമ്മൾ കള്ള് കുടിച്ച് നമുക്ക് എന്ത് പ്രശ്നമാണോ ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ അത് ചികിത്സിക്കാനുള്ള കാശ് ഇപ്പോഴേ മേടിച്ച് വയ്ക്കുന്നുണ്ട്. സിഗരറ്റിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. സോ വി ആർ ആക്ച്വലി പേയിങ് ടാക്സ് ആൻഡ് ആ ടാക്സ് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് അവരൊരിക്കലും ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഇതെടുക്കില്ല. സോ അഗെയിൻ ഡു സം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അഗെയിൻ ആൻഡ് അഗെയിൻ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് വർക്കൗട്ട് ചെയ്യാത്ത 85% ആളുകളും 80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. വർക്കൗട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല, അൺലെസ് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ നിർത്തിയാൽ മതി. ഗോൾഡ സോ ഇന്നും കൂടെ ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഓക്കെ, അഗെയിൻ നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാൻ നിൽക്കണ്ട. തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ട് സ്ലോലി. ആൻഡ് നമുക്കറിയാലോ ഒരുപാട് നമ്മുടെ ബ്ലഡ് മൂവ്മെൻറ്റ് നന്നായിട്ട് വേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ തന്നെ പറയുക, ബ്ലഡ് ക്ലോട്ട് ആവണതിന് പ്രഗ്നൻസിയിൽ ഒരു പേര് പറയുമല്ലോ, DVT. ആ, അപ്പോൾ അതൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാം നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഒരു കുഴപ്പമില്ല. ട്വിൻ പ്രഗ്നൻസി ആയിട്ട് തന്നെ ഗോൾഡ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ദിവ്യ ഗർഭം ഉണ്ടായി. ആ ദിവ്യ ഗർഭത്തിനെ നമ്മളെന്തോ ഒരു വീഡിയോ ആക്കുകയാണ്, അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നിങ്ങളെല്ലാവരും പല ആളുകളും പല തരത്തിൽ അച്ഛന് അമ്മ അല്ലെങ്കിൽ ആ ഒരു ജേണിയിലൂടെ കടന്നു പോയതായിരിക്കും. എനിക്കും അറിയാം നമ്മൾ പോയ യാത്രയെ, അതല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട്. അതുപോലെ ആ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ നിലനിൽക്കുമ്പോൾ വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് എവർ കോൺസിക്വൻസസ്, അതല്ല വെച്ചെങ്കിൽ ഇതിനോടനുബന്ധിച്ചിട്ട് എന്തുണ്ടാവുകയാണെങ്കിലും ലെറ്റ്സ് ഫേസ് ഇറ്റ്. ദർ ഈസ് നോ അതർ വേ. ഇതിന്ന് എസ്കേപ്പ് ആവാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു കാര്യം സബ്മിറ്റ് ചെയ്ത് കാട്ടിയത്. അപ്പോൾ ആൻഡ് വി ആർ ഡൂയിങ് വെരി ഗുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അസ്. ഓണസ്റ്റ്, ഈ പ്രസവത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ സോ മെനി പീപ്പിൾ 2360 കമൻറ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ദേ ഓപ്പൺ അപ്പ്. അതാണ് എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ദേ വിസിറ്റ് അസ് ഹിയർ. ഒരുപാട് ഫാമിലി എന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു. ആൻഡ് ഐ എം സോ ഗ്ലാഡ്. അവർ ഗോൾഡായിട്ട് വർത്തമാനം പറഞ്ഞു, ഇവർ ഗോൾഡായിട്ട് സംസാരിച്ചു. ഒരുപാട് 10, 30, 35 വയസ്സായിട്ടൊക്കെ ഗർഭം ആകാതെ വിഷമിച്ച് നടക്കും. നിങ്ങൾക്കറിയാം, യു നോ ദാറ്റ് ഫീലിംഗ്. ആൻഡ് ബീയിങ് എ പാരൻ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാത്തതെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇമോഷണലി അത് എത്രമാത്രം ഒരാളെ ഹേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടി ധൈര്യത്തോടെ തന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്ന് കരുതുന്നു. ഗോൾഡ, യു വാണ്ട് സേ സംതിങ്? ഞാൻ ഗോൾഡനെ ഗർഭിണീനെയും കൂടി വിളിക്കാട്ടാ. പിന്നെന്താണ് വയറ് കാണിച്ചത്? എനിക്കതിൽ അങ്ങനെ പ്രത്യേകിച്ച് ചെറുതായിട്ടൊരു ഇതുണ്ട്, അല്ലാതെ അങ്ങനെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് എന്താ എനിക്ക് വിഷമമായ? അല്ല, ചെറുതായിട്ടൊരു നാണക്കടിശ് കാണിക്കണല്ലോ. അങ്ങനെ നമ്മൾ ഗോൾഡയുടെ ഓരോ നാണക്കേടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബിക്കിനി ഇട്ടിട്ട് ബീച്ചിൽ ഒരു പടം പഠിക്കണം കേട്ടാ. മറ്റേ മല്ലൂസ് എന്താ നെക്സ്റ്റ് ഇയർ ബിക്കിനി ഷോ. We can gain that. It's easy. ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ ലോകം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നല്ലല്ലോ, എന്തോ ഇപ്പൊ കഴിയാറായി വീഡിയോ. എന്നോട് പറയാൻ പറഞ്ഞിട്ട് അതല്ലേ പറഞ്ഞ ആദ്യം അവസാനം. അതിനൊക്കെ ഓരോരുത്തരും ചില ആൾക്കാർ ഓരോന്ന് പറയും. ഇന്നലെ തന്നെ ഏതൊരു പുള്ളിക്കാരി എന്തിനാണ് ഇതൊക്കെ നാട്ടുകാരെ കാണിക്കണമെന്നോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആ പുള്ളിക്കാരിക്ക് സ്കിപ്പ് ചെയ്ത് പോയിക്കൂടെ? ഇത് ബുദ്ധിമുട്ടിയിട്ട് കാണാൻ നിൽക്കണോ? തംബ്നെയിൽ കണ്ടല്ലേ. അതെന്താ വെച്ചാലേ, ഇതിപ്പോ ചില ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ സ്വയം തനിക്ക് തന്നെ ഒരു ഗിൽട്ട് അടിക്കുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇതുണ്ടാവും. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല ജനറേഷനിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും നമ്മൾ പലതും സോൾവ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സാധനം തലേന്ന് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. ആൻഡ് യു ഗെറ്റ് ദാറ്റ്സ് ഓൾ റൈറ്റ്. That's our job. എനിക്ക് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. So you are doing good? Yeah, baby A and baby B. നമ്മൾ നെയിമൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. നെയിം മാത്രം നമ്മൾ അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പറയാം അല്ലേ? ഇപ്പൊ പറയണേ ഇങ്ങനെ ഞാനും പറഞ്ഞു ഇങ്ങനെയാ എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കേട്ടോ, ഡോക്ടർ
ഗോൾഡനെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പറയണേ നിന്റെ മുഖം എങ്ങനെയാണ് ഇങ്ങനെ ബ്ലഷ് ആയിട്ട് ഇരിക്കണേ എന്നുള്ളത് അല്ലേ. ഗോൾഡന്റെ മുഖം ഇങ്ങനെ ബ്ലഷ് ചെയ്യാത്ത ഈവൻ ദോ വിത്ത് ഡോക്ടർ യങ് ഫള്ള ആ ഡോക്ടറാണ് പറഞ്ഞത്. ഒരു എന്തെങ്കിലും പുള്ളി കൺസൾട്ടന്റ് വന്നിട്ട് പറഞ്ഞു ഗോൾഡന്റെ മുഖം. അപ്പോൾ കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ഈവൻ ലൈവിലൊക്കെ വന്നിട്ട് ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ബ്ലഷ് ചെയ്യണത്, എന്താണ് നിങ്ങൾ സ്കിൻ കെയർ, എങ്ങനെയാണ് മുട്ട കെയർ എന്ന്. മുട്ട കെയർ ഐ ഷേവ് എവറി ഡേ. സ്കിൻ കെയർ ഇസ് ബ്യൂട്ടിഫുൾ, ഈറ്റ് മീറ്റ് ആൻഡ് ഗുഡ് ഫാറ്റ്, ലെസ് കാർബോഹൈഡ്രേറ്റ്സ്. ദാറ്റ്സ് ദ ബെസ്റ്റ് സ്കിൻ കെയർ യു ക്യാൻ ഡു. ദ സെക്കൻഡ് തിങ് വെരി ലെസ് സോപ്പ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് സോപ്പ് ഇട്ടിട്ട് കുളിക്കാറുള്ളൂ. അതും സോപ്പ് ഇടലില്ല, ഒരു ലേശം ഇങ്ങനെ ഗുഹ്യ ഭാഗങ്ങളിൽ അത്ര സോപ്പ് ഇട്ടിട്ട് ഐ ടേക്ക് കോൾഡ് ഷവർ ഇൻ ദ മോർണിംഗ്, ഹോട്ട് ഷവർ ഇൻ ദ ആഫ്റ്റർനൂൺ. നോ അതർ സ്കിൻ കെയർ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പും കാറ്റൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടഡ് ഒരു ക്രീം കിട്ടും ആശുപത്രിയിൽ നിന്ന്. ഇവിടെ ഒരാളും മേടിക്കില്ല, ഒരു മണം പോലില്ലാത്ത സാധനമാണ്. അത് മേടിച്ച് വാരിക്കോരി മേലിൽ തേക്കും. ദാറ്റ് ഈസ് മൈ സ്കിൻ കെയർ ആക്ച്വലി. ഒരു സോ കോൾഡ് സാധനങ്ങളും മേലിൽ വെച്ച് തേച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സെയിം തിങ് ഗോൾഡ. ഇടയ്ക്ക് ഇവിടെ ഒരു സാധനം, അതായത് സ്ത്രീയല്ലേ ഇനി താനൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന് ഞാൻ 100 തവണ പറയാണ്. ഒന്ന് ഫേസ് വാഷ്. ഈ സോപ്പും ഫേസ് വാഷും ഒന്ന് തന്നെയാണ്. അതിന് ഓരോത്തിന് പേരിട്ടിട്ടുള്ളത് രാധാകൃഷ്ണ കുങ്കുമപ്പൂ സുനാമി, മറ്റേത് ശോമൻ, അങ്ങനെയായിരിക്കാം, ആരോണോ. എന്താണെങ്കിലും ഈ ഒരു ചിന്തയിലാണ് ഇത് മേടിച്ച് തേക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ എന്തിനാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ തോന്നുകയാണെങ്കിൽ അത് ഇട്ടിട്ടില്ല ചിങ്ങ സ്ത്രീയല്ലോ. പിന്നെ അപ്പോൾ ആ ഒരു സാധനം വേറെ ഒരു സ്കിൻ കെയറും ഇല്ല. നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് 40-45 നമുക്ക് പ്രായമാവും, താടിയൊക്കെ വരും, നരയ്ക്കും, ചാവാൻ കുഴിയിലേക്ക് പോകാൻ റെഡിയാവും. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആ പ്രായത്തിലിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വൃത്തിയിലിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇവൻ അവനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ എന്ന്. അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ. മുഖത്ത് നിങ്ങൾ എന്ത് ക്രീം എന്ത് ക്രോപ്പും വാരി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേക്ക് മൈ വേർഡ് ആ സാധനം ഇല്ലാണ്ട് നിങ്ങൾക്ക് പിന്നെ മരിക്കുമാരി ജീവിക്കാൻ പറ്റില്ല കേട്ടോ. സോ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ. എന്താ നീ ഇല്ലെന്ന് പറഞ്ഞു? അല്ല, നാട്ടിലെന്നല്ല എല്ലായിടത്തും എല്ലാവരും കുറെ സ്റ്റെപ്പുകളുണ്ട് സ്കിൻ കെയർ റൂട്ടീൻ. തലയ്ക്ക് സുഖമില്ലാത്ത റൂട്ടീൻ തന്നെ, ഒരു സ്റ്റെപ്പും ഇല്ല. ഈ സ്റ്റെപ്പൊക്കെ വെറുതെയാണ്. എന്ത് അല്ലെ, അതൊക്കെ ഞാൻ എടുക്കണില്ല, ഞാൻ ചെയ്യണില്ല. എന്തിനിപ്പോ ചെയ്യണേ? തൽക്കാലം ബോട്ടോസ് കൂട്ടോസ് ഇതൊക്കെ പ്രശ്നമുള്ള സാധനമാണ് സ്കിന്നിന്. വേറെ കുറെ സാധനങ്ങളുണ്ട്. രാത്രിയിൽ ഇത്ര സ്റ്റെപ്പ്, വൈകുന്നേരം അപ്പൊ എന്താ ഗുണം എന്ന് പറയും? സ്റ്റെപ്പ് 15,000 സ്റ്റെപ്പ് ഉണ്ട്. ഗുണം ഗ്ലോയിങ് സ്കിൻ വരും. എന്ത് സ്കിന്ന് ഗ്ലോ ആവുക, അങ്ങോട്ട് കെടുന്ന് തിളങ്ങ അങ്ങോട്ട്. ആരോടാ നീ ഇതൊക്കെ പറയണേ? ഒരു സയന്റിഫിക് റിസർച്ച് പേപ്പർ കാണിച്ച ആൾക്കാരെ വീട് നീ ഒരു പേപ്പർ കാണിച്ചു ആദ്യം. ഒരു പേപ്പർ ഇല്ല. നമുക്ക് എന്ത് ചെയ്തോ ആ സാധനം ഒട്ടിയിരിക്കുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവും. അത് പോയാൽ അതിന്റെ 10 ഇരട്ടി സ്കിന്നിനെ ബാധിക്കും. ഈറ്റ് ഗുഡ് മീറ്റ്, ഗുഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഈറ്റ് ഗുഡ്, ട്രെയിനിങ് ഗുഡ്, ലെസ് സോപ്പ് ഇൻ യുവർ ബോഡി, ദാറ്റ്സ് ദ ബെസ്റ്റ് സ്കിൻ കെയർ. ഈ സിംഹവും കടുവയൊക്കെ ഇങ്ങനെ കാട്ടിൽ തിളങ്ങുന്നുണ്ടോ നിങ്ങൾ? കടുവയൊക്കെ ഇങ്ങനെ തിളങ്ങുക. ഈ മാതിരി ചെളിയിൽ പോയിട്ട് ഇതാക്കി കടുവ ഇങ്ങനെ തിളങ്ങും. സീബ്ര കിടന്ന് ഇങ്ങനെ തിളങ്ങും. സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടാ അവർക്ക് തലയ്ക്ക് സുഖം ഉണ്ട്, നമുക്ക് തലയ്ക്ക് സുഖമില്ല. അത് തന്നെ. അപ്പോൾ ചെയ്യും പൊക്കോളെ. അവർക്ക് ഗോളുടെ കൂടെ ജോലി ചെയ്യണ ഒരു നല്ല 2 തൊപ്പി, ഒരു കൂട്ടുകാരിയുടെ അമ്മ തയ്പ്പിച്ച് തന്ന, തയ്പ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യില്ലേ, നെറ്റ് ചെയ്ത് എടുത്ത ഉടുപ്പാട്ടാണ്. നോക്കിയേ, നല്ല രസമല്ലേ? സോ ബ്യൂട്ടിഫുൾ, അടിപൊളി, നല്ല രസമായിട്ടുണ്ട്. നല്ല രസം, ഭയങ്കര ക്യൂട്ട്, പിങ്ക്, പക്ഷെ നല്ല രസം. 2 എണ്ണം വെച്ച് ഒരേ വലുപ്പത്തിൽ തുന്നി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ.